ഹലോ. അപ്പോൾ ഇതേ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് അൽ സാഫി റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് വരുന്നത് നമ്മുടെ എറണാകുളത്ത് പൂക്കാട്ടുപടിക്ക് അടുത്താണ്. അപ്പോൾ ഇതേ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ പൊറോട്ടയും വെജിറ്റബിൾ കുറുമയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അൽഫാം ഒരു അൽഫാം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു അൽഫാം മന്തി, പിന്നെ നമ്മളൊരു ബിരിയാണി. ഇത്ര സംഭവമാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതേ നമ്മൾ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകുന്നത് അൽഫാമാണ് കേട്ടോ. അപ്പോൾ അൽഫാം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കുബൂസും അതുപോലെ തന്നെ ഒരു പീസ് നമ്മുടെ ചിക്കനും കൂടെ എടുത്ത് ആ മയണൈസിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മളൊന്ന് കഴിച്ചു നോക്കാൻ പോവാണേ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അൽഫാം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത്യാവശ്യം മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുബൂസിൻ്റെ കാര്യം പറയേണ്ടത് നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഇത് അമ്മ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പൊറോട്ടയും അതുപോലെ തന്നെ വെജിറ്റബിൾ കുറുമയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് അമ്മ അങ്ങനെ സ്റ്റക്കായി നിന്നത് കേട്ടോ. അപ്പോൾ അത് അവരും പറഞ്ഞു ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു വെജിറ്റബിൾ ആയിരുന്നു കഴിച്ചത്. പൊറോട്ട അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ കുറുമയും ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതേ ഫസ്റ്റ് നമ്മൾ കഴിച്ചു നോക്കിയ സംഭവം തന്നെയാണ് അൽഫാം. അപ്പോൾ ഈ അൽഫാം നമ്മൾ രണ്ട് ഇതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ രണ്ടും ഒരേപോലെ തന്നെയാണ് കേട്ടോ. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുബൂസ് നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ആ അൽഫാം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ അൽഫാം മന്തി വന്നത്. ചേട്ടനായിരുന്നു അൽഫാം മന്തി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ അൽഫാം മന്തി അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു നല്ല റൈസ് ഉണ്ടായിരുന്നു. റൈസ് അവസാനം എന്നിട്ട് അധികം വരുമായിരുന്നു. അത്രയ്ക്ക് റൈസ് ഉണ്ടായിരുന്നു. നമ്മൾ ക്വാർട്ടറാണ് പറഞ്ഞത്, പക്ഷെ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതും കഴിച്ചു. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബിരിയാണിയാണ് കേട്ടോ. ചിക്കൻ ബിരിയാണിയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് നമ്മുടെ ആ ഒരു ബിരിയാണി ആ ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് ഞാൻ എടുത്തു. അതിൻ്റെ കൂടെ പിന്നെ തന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ നാരങ്ങ അച്ചാറും തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സാലഡ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ഒരു ചിക്കൻ പീസ് എടുത്തു. ചിക്കൻ ഇത് ഫ്രൈ ചെയ്തതാണ് കേട്ടോ. ഫ്രൈഡ് ചിക്കനാണ്. അപ്പോൾ അതായിരുന്നു നമ്മുടെ ബിരിയാണിക്കകത്ത് വന്നിട്ടുണ്ടായിരുന്നത്. ബിരിയാണി അങ്ങനെ കുറ്റമൊന്നും പറയാനായിട്ടില്ലായിരുന്നു. ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത്യാവശ്യം റൈസ് ആണെങ്കിലും മസാല ആണെങ്കിലും എല്ലാം നല്ല കറക്റ്റായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ബിരിയാണിയും കഴിച്ചു. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടിരുന്നപ്പോഴാണ് ലാസ്റ്റ് ആയിരുന്നു കേട്ടോ നമ്മൾ ജ്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിത് മിൻറ്റ് ലൈമാണ് പറഞ്ഞത്. അപ്പം മിൻറ്റ് ചെല്ലുമ്പോഴത്തേക്കിനും ഈ ചൂടത്തൊരു തണുപ്പുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫുഡൊക്കെ കഴിച്ച് ഒന്ന് സെറ്റ് ആവാനായിട്ട് മിൻറ്റ് നല്ലതാണല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ മിൻറ്റ് ലൈമാണ് പറഞ്ഞത്. നല്ല ചില്ഡ് മിൻറ്റ് ലൈം ആയിരുന്നു കേട്ടോ, ഐസ് ക്യൂബ്സൊക്കെ ഇട്ട്. അപ്പോൾ ഈ ചൂടത്ത് നമ്മൾ ഈ മിൻറ്റ് ലൈമും ചെല്ലുമ്പോഴത്തേക്കിനും നല്ലൊരു ആശ്വാസമായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ലൈമും കുടിച്ച് നല്ല ദാഹം ഉണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുകയല്ലോ, നല്ല ദാഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ലൈമൊക്കെ കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി. പിന്നെ നമ്മൾ വീട്ടിൽ വന്നപ്പോഴത്തേക്കിനും വൈകിട്ട് നമുക്ക് 1-2 ഗസ്റ്റ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പഴംപൊരി ഉണ്ടാക്കി. പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിലും നല്ല നമ്മൾ തന്നെത്താനെ ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ അത് കാരണം നമ്മൾ പഴംപൊരി ഉണ്ടാക്കി കേട്ടോ. അത്യാവശ്യം വലിയ ഓവറായിട്ട് പഴുത്തതായിരുന്നില്ല, ഒരു മീഡിയം മധുരമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ വേറെ എന്തൊക്കെ പലഹാരം വന്നാലും ഈ പഴംപൊരിയുടെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയല്ലേ. അപ്പം ഉണ്ടാക്കാനും എളുപ്പമാണ്, അതുപോലെ തന്നെ ടേസ്റ്റും സൂപ്പറാണ്. അപ്പം അങ്ങനെ നമ്മളിത് ഈ പഴംപൊരി ഉണ്ടാക്കി. ഞാനപ്പം ഒരെണ്ണം കഴിച്ചൊക്കെ നോക്കി കേട്ടോ. അങ്ങനെ നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് ബാറ്റർ മിച്ചം വന്നു. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഈ നമ്മുടെ ഡയറി മിൽക്കൊക്കെ ഇങ്ങനെ ഒരു ഫ്രൈ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവിടെ ഒരു മഞ്ചിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കും തോന്നി ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന്. അപ്പോൾ ആ ബാക്കി വന്ന ബാറ്ററിൽ ഞാൻ ഒരു മഞ്ചെടുത്തൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മുടെ ഓയിലിലേക്ക് ഇടാൻ പോവുകയാണ്. അപ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു, ഇതെങ്ങാനും ഇട്ട് വല്ല പൊട്ടിത്തെറിക്കോ എന്തെങ്കിലും പറ്റുമോ, അങ്ങനെയൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു. എന്നാലും എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് പറഞ്ഞതേ നമ്മൾ ആ ബാക്കി വന്ന എണ്ണയിൽ ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പൊരിച്ച് നോക്കാൻ പോവാണേ. അപ്പം ഞാൻ കുറച്ച് ആ ബാറ്റർ മിച്ചമുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ആ ഒരു മഞ്ച അതിലിട്ടിട്ട് അതിന് കുറച്ച് നന്നായിട്ട് കവർ ചെയ്തിരുന്നോട്ടെ. ആ ചോക്ലേറ്റിൻ്റെ എണ്ണയിലേക്ക് അങ്ങോട്ട് സ്പ്രെഡ് ആവണ്ടല്ലോ എന്ന് കരുതി ഞാൻ പുറത്തേക്ക് കുറച്ചും കൂടെ ബാറ്റർ ഒഴിച്ച് നല്ല കട്ടി പോലെ ആക്കിയിട്ടുണ്ട്. അതേ ഒരു ഭാഗം നമുക്ക് ഏകദേശം അതൊരു മൂത്തൊരു പരുവമായിട്ടുണ്ട്. അപ്പം ഞാനതൊന്ന് മറിച്ചിട്ട് കൊടുത്തു. അപ്പോൾ ആ ഒരു മാവും നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒത്തിരി കഴിഞ്ഞാൽ പ്രശ്നമാകുമല്ലോ. അപ്പോൾ അത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതേ ഞാനൊന്ന് എടുത്ത് നോക്കിയതേ ഇപ്പോൾ ഇത്രയും വലിയൊരു പീസായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കുഞ്ഞൊരു മഞ്ചായിരുന്നു ഞാൻ ഇട്ടത്, പക്ഷേ ഇത്രയും ആ മാവ് ഇങ്ങനെ വീർത്ത് വന്ന് നല്ല വലിയൊരു പീസായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്താവും എന്നൊരു പിടിയില്ല. ഞാൻ കട്ട് ചെയ്ത് നോക്കിയിട്ടൊന്നും കട്ട് ചെയ്യാനായിട്ട് ഇത്തിരി പാട് പോലാണ് എനിക്ക് തോന്നിയത്. ആ മാവ് നല്ല കട്ടിയായിട്ട് അതിൻ്റെ പുറത്തിങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതേ ഞാൻ മുറിച്ച് നോക്കി. മഞ്ചിൻ്റെ ആ ഒരു വേഫറാണല്ലോ മഞ്ചിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും മുറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ കടിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരുന്നതാണ്. പക്ഷേ ഇത് ഞാൻ ഓയിലിട്ട് ഇങ്ങനെയൊക്കെ ആക്കി എടുത്തപ്പോഴത്തേക്ക് അതൊരു വല്ലാത്ത അവസ്ഥയിലായി. ഇനി അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. അയ്യോ, നമ്മളത് കഴിച്ചപ്പോഴത്തേക്കിനും ഒട്ടും
ആ ഒരു ടേസ്റ്റേ ആയിരുന്നില്ല കേട്ടോ. ഭയങ്കര ഫ്ലോപ്പായിപ്പോയി, അട്ടർ ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്ലോപ്പായിപ്പോയി കേട്ടോ. ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ആ ഒരു ബൈറ്റ് എടുത്തുള്ളൂ, കൊള്ളൂലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ആ പരിപാടി അവിടെ നിർത്തി. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ഫ്രം കീർത്തി.